ഹായ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് കിടക്കാം. ബംഗാൾ വിഭജനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ബംഗാളായിരുന്നു. എവിടെയായിരുന്നു? ബംഗാളായിരുന്നു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20-നാണ്. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20-നാണ്. 1905 ജൂലൈ 20-നാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. 1905 ജൂലൈ 20-ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ പ്രധാന ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ പ്രധാന ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ദേശീയതയെ തടയുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നയമാണ് ബംഗാൾ വിഭജനം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ദേശീയതയെ തടയുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നയമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരെന്ന് വെച്ചാൽ അത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. 1905 ഒക്ടോബർ 16-ന് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമനാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമനാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമനാണ്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് ബ്രോഡ്രിക് ആണ്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് ബ്രോഡ്രിക് ആണ്. ലോർഡ് ബ്രോഡ്രിക്. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്ത് ആരായിരുന്നു? INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് റസ്ലെ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകുമെന്ന് അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് റസ്ലെ. ബംഗാൾ വിഭജനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പുതിയ പ്രവിശ്യകളാണ് പടിഞ്ഞാറൻ ബംഗാളും ഒഡീഷ, ബീഹാർ എന്നിവ. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. തലസ്ഥാനം കൽക്കട്ടയായിരുന്നു. അടുത്ത കിഴക്കൻ ബംഗാൾ അസോം രൂപീകരിക്കപ്പെട്ടു. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം. തലസ്ഥാനം ധാക്കയാണ്. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16-നായിരുന്നു. ബംഗാൾ മുഴുവൻ എന്തായിരുന്നു? വിലാപ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16-നായിരുന്നു. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിന് ഒക്ടോബർ 16-ന് രാഖിബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിന് ഒക്ടോബർ 16-ന് രാഖിബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറായിരുന്നു. ബംഗാൾ വിഭജന സമയത്ത് അല്ലെങ്കിൽ കാലത്ത് ടാഗോർ രചിച്ച കവിതയാണ് അമർ സോണാർ ബംഗ്ല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിതയാണ് അമർ സോണാർ ബംഗ്ല. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911-ലാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911-ലാണ്. ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിതയാണ് അമർ സോണാർ ബംഗ്ല. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911-ആണ്. അടുത്ത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹർഡിച്ച് പ്രഭു രണ്ടാമനാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരെന്ന് വെച്ചാൽ അത് ഹർഡിച്ച് പ്രഭു രണ്ടാമനാണ്. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ്. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം എന്ന് വെച്ചാൽ അതാണ് അത് സ്വദേശി പ്രസ്ഥാനമാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് BN ധർ ആയിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? BN ധർ ആയിരുന്നു. ബംഗാൾ വിഭജിക്കുമ്പോൾ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നെങ്കിൽ അത് റദ്ദാക്കുമ്പോൾ BN ധർ ആയിരുന്നു. ഉദ്ധരണികൾ. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ആരുടേതായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെയായിരുന്നു. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബെന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബെന്ന് വിശേഷിപ്പിച്ച ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ബംഗാൾ വിഭജനവും വിഭജന വിരുദ്ധ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റം അറിയപ്പെടുന്നത് തീവ്രദേശീയതയുടെ കാലഘട്ടമെന്നാണ്. അപ്പോൾ ബംഗാൾ വിഭജനവും വിഭജന വിരുദ്ധ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് തീവ്രദേശീയതയുടെ കാലഘട്ടമാണ്.
സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-നാണ് കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ച്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-ന് കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ച്. കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ച് 1905 ഓഗസ്റ്റ് 7-ന്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേമാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേമാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ചർക്കയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ചർക്കയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഗാനം വന്ദേമാതരമാണ്. ഗാനം വന്ദേമാതരം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങളാണ് വന്ദേമാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ, യുഗാന്തർ എന്നിങ്ങനെ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയാണ്? വന്ദേമാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ, യുഗാന്തർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ് വന്ദേമാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ, യുഗാന്തർ. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിയ ആദ്യകാല നേതാക്കന്മാരാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിയ ആദ്യകാല നേതാക്കന്മാരാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത് എന്നിങ്ങനെ. ഇന്ത്യയിൽ ദേശീയതയുടെ ഉദയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കൽ നയമാണ്. 1 ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കൽ നയം, 2 ബംഗാൾ വിഭജനം, 3 ഇൽബർട്ട് വിൽ വിവാദം. മൂന്നാമത്തത് ഇൽബർട്ട് വിൽ വിവാദം. പത്രങ്ങളുടെയും ആനുകാലികങ്ങളുടെയും ഉള്ള പ്രചരണം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരോടുണ്ടായിരുന്ന നയവും മനോഭാവവും നീക്കിയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ആശയമാണ് സ്വദേശിവൽക്കരണം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ആശയമാണ് സ്വദേശിവൽക്കരണം. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയത് കൃഷ്ണകുമാർ മിത്രയാണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയത് ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. കൃഷ്ണകുമാർ മിത്ര. വിദേശ വസ്തു ബഹിഷ്കരണത്തിൻ്റെ ആഹ്വാനം പ്രത്യക്ഷപ്പെട്ട കൃഷ്ണകുമാർ മിത്രയുടെ മാസികയാണ് സഞ്ജീവനി. കൃഷ്ണകുമാർ മിത്രയുടെ മാസികയാണ് സഞ്ജീവനി. കൃഷ്ണകുമാർ മിത്രയുടെ മാസികയാണ് സഞ്ജീവനി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് അരബിന്ദോ ഘോഷ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് അരബിന്ദോ ഘോഷ്. പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ പഞ്ചാബിൽ ലാലാ ലജ്പത് റായ്, ഡൽഹിയിലെ സയ്യിദ് ഹൈദർ റാസ, മദ്രാസിലെ വി ഒ ചിദംബരം പിള്ള, ആന്ധ്രയിലെ ഹരി സർവോത്തമ റാവു, മഹാരാഷ്ട്രയിലെ ബാലഗംഗാധര തിലക്. മഹാരാഷ്ട്രയിൽ ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയത് സതീഷ് ചന്ദ്ര മുഖർജിയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് നേതൃത്വം നൽകിയത് സതീഷ് ചന്ദ്ര മുഖർജി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരനാണ് അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാൾ വിഭജന സമയത്ത് ഉയർന്നു വന്ന പ്രസിദ്ധീകരണമായ സന്ധിയുടെ പ്രധാന എഡിറ്ററാണ് ബ്രഹ്മോ ബന്ധാബ് ഉപാധ്യായ. അപ്പോൾ ബംഗാൾ വിഭജന സമയത്ത് ഉയർന്നു വന്ന പ്രസിദ്ധീകരണമായ സന്ധിയുടെ പ്രധാന എഡിറ്ററാണ് ബ്രഹ്മോ ബന്ധാബ് ഉപാധ്യായ. അപ്പം അടുത്ത് നോക്കാം. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേയാണ്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേയാണ്. ബംഗാൾ കെമിക്കൽ സ്റ്റോഴ്സ് PC റേ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് CR ദാസ് രൂപം കൊടുത്ത സംഘടനയാണ് സ്വദേശി മണ്ഡാലി. CR ദാസ് രൂപം കൊടുത്ത സംഘടനയാണ് സ്വദേശി മണ്ഡാലി. സ്വദേശി മിത്രൻ എന്ന പത്രം സ്ഥാപിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണ്.
ആണ്. സ്വദേശിമിത്രൻ ജി സുബ്രഹ്മണ്യ അയ്യറാണ്. നാഷണൽ സോപ്പ് ഫാക്ടറി ആരംഭിച്ചത് നീൽ രത്തൻ സർക്കാരാണ്. നാഷണൽ സോപ്പ് ഫാക്ടറി നീൽ രത്തൻ സർക്കാരാണ്. നാഷണൽ സോപ്പ് ഫാക്ടറി നീൽ രത്തൻ സർക്കാരാണ്. സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകനാണ് അശ്വനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകനാണ് അശ്വനി കുമാർ ദത്ത്. അശ്വനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിക്കപ്പെട്ടത് ബാരിസാളിലാണ്. ബരിസാളിൽ. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടത് ബരിസാളിലാണ്, ഇപ്പോൾ ബംഗ്ലാദേശിൽ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടകരൂപമാണ് ജാത്ര. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടകരൂപമാണ് ജാത്ര. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ആഗസ്റ്റ് 7 ആണ്. 2015 മുതൽ എന്ത് ചെയ്തു? സ്വദേശി സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ആഗസ്റ്റ് 7, 2015 മുതൽ. അടുത്ത കപ്പലോട്ടിയ തമിഴൻ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച് വി.ഒ. ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടിയാണ്. എവിടെയാണ് ആസ്ഥാനം? തൂത്തുക്കുടിയാണ് ആസ്ഥാനം. സ്വദേശി പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ വി.ഒ. ചിദംബരം പിള്ള. ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിലാണ്. ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് എവിടേക്കാണ്? തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിലാണ്. കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ളയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി.